Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ഈ വിസകൾ നടപ്പിലാക്കി UK. 2025ഓടെ രേഖകൾ പൂർണ്ണമായും ഓൺലൈനിലാകും. ബോർഡർ ഇമിഗ്രേഷൻ നടപടിക്രമങ്ങൾ ആധുനികവത്കരിക്കുന്നതിന്റെയും ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെയും ഭാഗമായി ഈ വിസകൾ നടപ്പാക്കുന്നത് പ്രാബല്യത്തിൽ വരുത്തി UK. പേപ്പർ രേഖകളുള്ള ലക്ഷക്കണക്കിന് വിസക്കാരെ 2025ഓടെ പൂർണ്ണമായി ഡിജിറ്റൽ ഇ വിസയിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമാണ് പദ്ധതി. ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് എന്നറിയപ്പെടുന്ന പേപ്പർ ഇമിഗ്രേഷൻ രേഖകൾ കയ്യിലുള്ളവർക്ക് ഹോം ഓഫീസ് ഇമെയിലുകൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഇമെയിൽ ലഭിക്കുന്നവരോട് UK വിസാസ് ആൻഡ് ഇമിഗ്രേഷൻ അക്കൗണ്ട് തയ്യാറാക്കി ഈ വിസ നേടാനാണ് അധികൃതർ ആവശ്യപ്പെടുന്നത്. ഘട്ടം ഘട്ടമായാണ് പദ്ധതിയുടെ നടപ്പാക്കൽ. 2024 സമ്മറിൽ എല്ലാ BRP ഹോൾഡർമാരിലേക്കും വ്യാപിപ്പിക്കാനാണ് നീക്കം. ബോർഡർ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഏറെ സഹായിക്കുന്ന ഈ വിസകൾ പേപ്പർ രേഖകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ, നഷ്ടപ്പെടൽ, ദുരുപയോഗം എന്നിവ കുറയ്ക്കാനും സഹായിക്കുമെന്ന് ഹോം ഓഫീസ് പ്രസ്താവന പറഞ്ഞു. ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് തെളിയിക്കാനുള്ള സുരക്ഷിതമായ മാർഗമെന്നതിന് പുറമെ കോണ്ടാക്ട്ലെസ് ബോർഡർ ജോലി ഊർജിതപ്പെടുത്താനും ഇത് സഹായകരമാകും. UK വാടക വിപണിയിൽ ഒരു വർഷത്തിനിടെ 9.2% റെക്കോർഡ് നിരക്ക് വർധന. UK വാടക വിപണിയിൽ കഴിഞ്ഞ 12 മാസത്തിനിടെ 9.2% റെക്കോർഡ് നിരക്ക് വർധന ഉണ്ടായതായി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ഡേറ്റ. 2015 ശേഷമുള്ള ഏറ്റവും ഉയർന്ന വാർഷിക ശതമാന വളർച്ചയാണ് ഇതെങ്കിലും റെന്റൽ ഇൻഫ്ലേഷൻ കുറഞ്ഞു തുടങ്ങുമെന്നാണ് വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. വാടകക്കാർക്ക് നിരക്കുകൾ താങ്ങാൻ കഴിയാത്ത നിലയിലേക്ക് ഉയർന്നതോടെയാണ് ഈ ഇടിവ് തുടങ്ങുന്നത്. സ്കോട്ട്ലൻഡിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വർധന നേരിട്ടത്. ശരാശരി 10.5% വർധന, അതായത് പ്രതിമാസം £947 വീതമാണ് ഉയർന്നത്. ഇംഗ്ലണ്ടിൽ ശരാശരി പ്രതിമാസ വാടകയിൽ 9.1% വളർച്ച രേഖപ്പെടുത്തി £1285 വർദ്ധിച്ചു. വെയിൽസിൽ റെന്റൽ വർധന 9%. ഇതോടെ പ്രതിമാസം £727 എന്ന നിലയിലാണ് വാടകകൾ. ഉയർന്ന വാടക തുടരുന്ന ലണ്ടനിലാണ് പ്രധാനപ്പെട്ട കുതിച്ചുചാട്ടം നേരിട്ടത്. കഴിഞ്ഞ വർഷം 11.2% വർധനവാണ് ഇവിടെ സംഭവിച്ചത്. ഇംഗ്ലണ്ട് നോർത്ത് ഈസ്റ്റിലാണ് നേരിയ ആശ്വാസമുള്ളത്. ഇവിടെ 6.1% വർധനവാണ് ഉള്ളത്. ഫോൺ ഉപയോഗം പിടിക്കാൻ AI സ്പീഡ് ക്യാമറ കൂടുതൽ റോഡുകളിലേക്ക്. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന AI സ്പീഡ് ക്യാമറ കൂടുതൽ റോഡുകളിലേക്ക്. ഇംഗ്ലണ്ടിലെ 10 പോലീസ് സേനകളാണ് ഇപ്പോൾ ഈ പുതിയ ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നാഷണൽ ഹൈവേസും വിവിധ പോലീസ് സേനകളും സംയുക്തമായിട്ടായിരിക്കും ഇത് സ്ഥാപിക്കുക. വാഹനമോടിക്കുന്നവരുടെയും മറ്റ് റോഡ് ഉപയോക്താക്കളുടെയും സുരക്ഷ ഉറപ്പാക്കുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യം വയ്ക്കുക. റോഡ് ഉപയോഗിക്കുന്നവർ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് ഉറപ്പാക്കാനും അപകടകരമായ വിധത്തിലുള്ള ഡ്രൈവിംഗ് തടയാനുമായി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനാണ് തീരുമാനമെന്നും മാറ്റ് സ്റ്റേറ്റൺ അറിയിച്ചു. 2021 മുതലായിരുന്നു ഇംഗ്ലണ്ടിൽ ചിലയിടങ്ങളിൽ ഈ ക്യാമറകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ദുർഹം, ഗ്രേറ്റർ മാഞ്ചസ്റ്റർ, ഹാംബർഷൈഡ്, സ്റ്റാഫോർഡ്ഷെയർ, വെസ്റ്റ് മേഴ്സിയ, നോർത്താംപ്ടൺഷെയർ, വിൽഷെയർ, നോർഫോക്ക്, തെംസ് വാലി, സസെക്സ് എന്നിവിടങ്ങളിൽ ഇനി ഇത് വ്യാപകമായി ഉപയോഗിക്കും. ലണ്ടൻ മിനി മാരത്തോണിൽ 3ാം തവണയും മെഡൽ നേട്ടവുമായി മലയാളി സഹോദരിമാർ. ലണ്ടൻ TCS മിനി മാരത്തോണിൽ തുടർച്ചയായി 3ാമതും പങ്കെടുത്ത് മെഡൽ കരസ്ഥമാക്കി മലയാളി സഹോദരിമാർ. ലണ്ടനിലെ ആൻ മേരി മെൽപ്പാനും ക്രിസ്റ്റൽ മേരി മെൽപ്പാനുമാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. ആയിരങ്ങൾ പങ്കെടുത്ത ഈ വർഷത്തെ ലണ്ടൻ മിനി മാരത്തോണിലെ മിന്നും താരങ്ങളാണ് ഈ സഹോദരിമാർ. സ്പോർട്സിൽ തൽപരരായ ഇവരുടെ തുടർച്ചയായ 3ാമത്തെ മാരത്തോണാണിത്. ലണ്ടനിലെ മെയിൻ ലാൻഡ്മാർക്കായ ലണ്ടൻ ഐ, ബിഗ് ബാൻ, പാർലമെന്റ്, ബക്കിംഗ്ഹാം പാലസ് എന്നിവ സ്ഥിതി ചെയ്യുന്ന വെസ്റ്റ് മിനിസ്റ്ററിലാണ് എല്ലാ വർഷവും ഈ മാരത്തോൺ നടക്കുന്നത്. ലണ്ടനിലെ ആദ്യകാല കുടിയേറ്റക്കാരായ ഇവരുടെ മാതാപിതാക്കൾ ആരോഗ്യമേഖലയിൽ ജീവനക്കാരായ ചാലക്കുടി സ്വദേശികളായ ഷിജോ മെൽപ്പാനും ഷിനി ഷിജോയുമാണ്. ക്യാൻസർ ഉണ്ടെന്നറിഞ്ഞാലും NHS ചികിത്സയ്ക്കായി നീണ്ട കാത്തിരിപ്പ്. NHSൽ ക്യാൻസർ ചികിത്സ ആരംഭിക്കാനായി കാത്തിരിക്കുന്ന സമയത്തിൽ 2020 മുതൽ ഇരട്ടി വർധനവ്. ക്യാൻസർ പരിചരണം ആരംഭിക്കാനായി ഏകദേശം 16,000 രോഗികളാണ് 4 മാസത്തിലേറെ കാത്തിരിക്കേണ്ടി വന്നത്. 4 വർഷത്തിനിടെ അടിയന്തര റഫറൽ ലഭിച്ച രോഗികൾക്കാണ് ഈ ദുരവസ്ഥ. NHS ലക്ഷ്യമിടുന്നതിന്റെ ഇരട്ടിയാണ് ഇത്. ക്യാൻസർ ഉള്ളതായി സംശയം തോന്നിയാൽ 2 മാസത്തിനകം ചികിത്സ ആരംഭിക്കണമെന്നാണ് NHS ലക്ഷ്യം. ഈ കാലതാമസം ഏറെ ആശങ്കപ്പെടുന്നതാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ ദീർഘമായ കാത്തിരിപ്പ് ജീവൻ നഷ്ടമാകുന്നതിൽ കലാശിക്കുമെന്നും ഇവർ ഓർമ്മിപ്പിക്കുന്നു. 6334 രോഗികൾ കഴിഞ്ഞ വർഷം 124 ദിവസത്തിലേറെ കാത്തിരുന്നതായി ലിബറൽ ഡെമോക്രാറ്റ് പരിശോധന വ്യക്തമാക്കുന്നു. 2020 രേഖപ്പെടുത്തിയ 2922 പേരുടെ ഇരട്ടിയാണ് ഇത്. അതേസമയം 1100-ലേറെ രോഗികൾ 6 മാസത്തിലേറെ ചികിത്സയ്ക്കായി കാത്തിരിക്കുന്നുവെന്നും ഞെട്ടിപ്പിക്കുന്ന രേഖകൾ പുറത്തുവരുന്നു. 167 ഹെൽത്ത് ട്രസ്റ്റുകളിൽ 69 നിന്ന് മാത്രമാണ് വിഷയത്തിൽ വിവരാവകാശ പ്രകാരം മറുപടി ലഭിച്ചിരിക്കുന്നത്.
ഇനി നാട്ടിലെ വാർത്തകൾ. തൃശൂർ പോലീസ് കമ്മീഷണർക്ക് സ്ഥലം മാറ്റം. നടപടി പൂരം നടത്തിപ്പിലുണ്ടായ വീഴ്ചയ്ക്ക് പിന്നാലെ. തൃശൂർ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ച മുഖ്യമന്ത്രി. പൂരം നടത്തിപ്പിലുണ്ടായ വീഴ്ചയെ തുടർന്നാണ് നടപടി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വാങ്ങിയ ശേഷമാണ് സ്ഥലം മാറ്റുക. അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെയും സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടികളിൽ ഉയർന്നുവന്ന പരാതികൾ വിശദമായി അന്വേഷിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. ഒരാഴ്ചയ്ക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം തിരുവമ്പാടി വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പിനും ആൾവരവിനും തടസ്സമാകും വിധം റോഡ് തടഞ്ഞപ്പോൾ പൂരം ചടങ്ങുകൾക്ക് മാത്രമാക്കാൻ ദേവസ്വം തീരുമാനിച്ചിരുന്നു. പോലീസിന്റെ നിലപാടിനെതിരെ പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടാകാത്തതിനെ തുടർന്നാണ് കടുത്ത തീരുമാനമെടുത്തത്. പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ നേതൃത്വത്തിൽ വെടിക്കെട്ട് സ്ഥലത്ത് നിന്ന് ഭൂരിഭാഗം ജീവനക്കാരെയും കമ്മിറ്റി അംഗങ്ങളെയും ഒഴിവാക്കാനുള്ള നീക്കവും തർക്കത്തിനിടയാക്കിയിരുന്നു. പൂരത്തിന് ആനകൾക്ക് നൽകാൻ കൊണ്ടുവന്ന പട്ടയും കുടമാറ്റത്തിനെത്തിച്ച കുടയും കമ്മീഷണർ അങ്കിത് അശോകൻ തടയുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് നടപടി. പക്ഷിപ്പനി. തമിഴ്നാട് കേരള അതിർത്തിയിൽ ജാഗ്രതാ നിർദ്ദേശം. ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ കേരള തമിഴ്നാട് അതിർത്തി ജില്ലകളിൽ നിരീക്ഷണം ശക്തമാക്കി. കേരളത്തോട് ചേർന്നുള്ള കോയമ്പത്തൂരിലെ ആനക്കട്ടി, ഗോപാലപുരം, വാളയാർ ഉൾപ്പെടെ 12 ചെക്ക് പോസ്റ്റുകളിലും കന്യാകുമാരി, തേനി ജില്ലകളിലെ വിവിധ ഇടങ്ങളിലുമാണ് പൊതുജനാരോഗ്യ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും നിരീക്ഷണം ശക്തമാക്കിയത്. വാഹനങ്ങൾ 24 മണിക്കൂറും നിരീക്ഷിക്കുന്നുണ്ട്. ചരക്ക് വണ്ടികൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും പരിശോധിച്ച ശേഷം അണുനാശിനി തളിച്ചാണ് കടത്തിവിടുന്നത്. പക്ഷിപ്പനി പടരുന്നത് തടയാനുള്ള നടപടികൾ ഊർജിതമാക്കിയതായി ആരോഗ്യവകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു. സംവിധായകൻ ജോഷിയുടെ വീട്ടിലെത്തിയ കള്ളൻ നിസ്സാരക്കാരനല്ല. ബീഹാറിലെ റോബിൻഹുഡ്. മോഷണമുതലിൽ നിന്ന് സംഭാവനയും. ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2009-ലാണ് പൃഥ്വിരാജ് സുകുമാരൻ നായകനായ റോബിൻഹുഡ് എന്ന മലയാള സിനിമ പുറത്തിറങ്ങിയത്. മലയാളത്തിന്റെ ഹിറ്റ് മേക്കർ ജോഷിയായിരുന്നു ചിത്രത്തിന്റെ സംവിധാനം. അതിൽ അച്ഛന്റെ വിയോഗത്തിന് പ്രതികാരം വീട്ടാൻ കള്ളനായ യുവാവിന്റെ കഥയാണ് പറഞ്ഞിരുന്നതെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം അതേ ജോഷിയുടെ വീട്ടിൽ വൻ മോഷണം നടന്നപ്പോൾ കഥ മറ്റൊന്നായിരുന്നു. രണ്ടിലും സമാനത വച്ചു പുലർത്തുന്നത് റോബിൻഹുഡ് എന്ന പേരായിരുന്നു. കഴിഞ്ഞ ദിവസം സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ വാർത്ത നാടെങ്ങും പരന്നിരുന്നു. എന്നാൽ അധികം താമസിയാതെ പ്രതിയെ കേരള പോലീസ് വലയിലാക്കുകയും ചെയ്തു. ബിഹാർ സ്വദേശിയായ മുഹമ്മദ് ഇർഫാൻ ആയിരുന്നു പ്രതി. സിനിമയെ വെല്ലുന്ന മോഷണ രീതിയുടെ ആശാനായ ഇർഫാൻ ഇവിടുത്തെ ഒരു പ്രാദേശിക റോബിൻഹുഡ് തന്നെയാണ് എന്നതാണ് കൗതുകകരമായ കാര്യം. 13 സംസ്ഥാനങ്ങളിലായി 40-ലധികം കവർച്ചാ കേസുകൾ പ്രതിയായ ഇയാൾ തന്റെ നാട്ടിൽ പ്രദേശവാസികളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പണം നൽകിയിരുന്നു എന്നതാണ് പ്രത്യേകത. തന്റെ നാട്ടിലെ സാധാരണക്കാരുടെ ചികിത്സാ ചെലവ്, കല്യാണ ആവശ്യത്തിനുള്ള പണം എന്നിവ ഉൾപ്പെടെ നൽകി സഹായിക്കാൻ സന്നദ്ധനായിരുന്നു ഇയാൾ. ധാരാളം കോൺക്രീറ്റ് റോഡുകൾ ഉൾപ്പെടെ മോഷണ മുതലിന് നിർമ്മിച്ചു നൽകുകയും ഇയാൾ ചെയ്തു. സ്വർണ്ണവിലയിൽ ഇന്നും ഇടിവ്. ഒറ്റയടിക്ക് കുറഞ്ഞത് 400 രൂപ, 54,000-ന് മുകളിൽ തന്നെ പവന്. റെക്കോർഡുകളിൽ ഭേദിച്ച് മുന്നേറിയ സ്വർണ്ണവിലയിൽ ഇന്നും ഇടിവ്. പവന് ഒറ്റയടിക്ക് 400 രൂപയാണ് കുറഞ്ഞത്. എങ്കിലും 54,000-ന് മുകളിൽ തന്നെയാണ് സ്വർണത്തിന്റെ പവൻ വില. 54,040 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 50 രൂപയാണ് കുറഞ്ഞത്. 6,755 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഇനി സ്പോർട്സ് വാർത്തകൾ. ഗോൾ ലൈൻ ടെക്നോളജി ഇല്ലാത്തത് തിരിച്ചടിയായി. എൽ ക്ലാസിക്കോയിൽ ബാഴ്സയ്ക്ക് തോൽവി. ഈ സീസണിലെ അവസാന എൽ ക്ലാസിക്കോയിൽ റയൽ മാഡ്രിഡിന് ജയം. ഇഞ്ചുറി ടൈമിൽ ജൂഡ് ബെല്ലിംഗാം നേടിയ ഗോളിൽ 2-3 ഗോളുകൾക്കാണ് റയൽ സ്വന്തം മൈതാനത്ത് ബാഴ്സയെ പരാജയപ്പെടുത്തിയത്. റയലിന്റെ മൈതാനത്ത് മികച്ച കളി പുറത്തെടുത്ത് 2 തവണ ലീഡെടുത്ത ബാഴ്സയ്ക്ക് ലാലിഗയിലെ ഗോൾ ലൈൻ സാങ്കേതികവിദ്യയുടെ അഭാവമാണ് സമനില നഷ്ടമാക്കിയത്. ഇതോടെ ബാഴ്സ പരിശീലകൻ എന്ന നിലയിലെ സാവി ഫെർണാണ്ടസിന്റെ അവസാന എൽ ക്ലാസിക്കോ പരാജയത്തിൻ്റെതായി മാറി. കളിയുടെ 6-ാം മിനിറ്റിൽ തന്നെ ക്രിസ്ത്യൻസനിലൂടെ ബാഴ്സ മുന്നിലെത്തി. റഫീഞ്ഞ എടുത്ത കോർണറിൽ നിന്ന് ഹെഡറിലൂടെയായിരുന്നു ക്രിസ്ത്യൻസന്റെ ഗോൾ. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 103.31 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.